രാത്രി ഏകദേശം 12 മണിയോടുകൂടിയാണ് പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദേഹമാസകലം ചോരയൊലിക്കുന്ന ഒരു കുഞ്ഞുമായി യുവതി നാട്ടുകാർക്കിടയിലേക്ക് ഓടിയെത്തുന്നത്. സമീപത്തെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയ കുറച്ച് ആളുകൾക്കിടയിലേക്കാണ് യുവതി ഓടിയെത്തുന്നത്. ഉമ്മയെയും ഉപ്പയെയും വെട്ടി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ യുവതി റോഡിലൂടെ ഓടിവരികയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന നിലയിലുമായിരുന്നു. ഇതോടെ നാട്ടുകാർ യുവതിയെയും മകനെയും സമീപത്തെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭർത്താവ് റാഫി തന്റെ മാതാപിതാക്കളെ വെട്ടിയത് കണ്ടാണ് കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് എന്നാണ് യുവതി പറഞ്ഞത്. യുവതിയെ വീട്ടിലേക്ക് മാറ്റിയതിന് തൊട്ടു പിന്നാലെ തന്നെ റാഫി അവിടേക്കെത്തുകയും ഒരു സ്ത്രീയും കുഞ്ഞും ഇതിലൂടെ ഓടിപ്പോയോ എന്ന് നാട്ടുകാരോട് ചോദിക്കുകയുമായിരുന്നു. വസ്ത്രത്തിലാകെ രക്തമുരണ്ട നിലയിലാണ് റാഫിയെ കണ്ടെത്തിയതെങ്കിലും കൊലപാതക വിവരം ആളുകൾ അറിയാത്തതുകൊണ്ട് തന്നെ നാട്ടുകാർ അയാളെ തടഞ്ഞുവെക്കാനോ കീഴ്പ്പെടുത്താനോ ശ്രമിച്ചതുമില്ല. സുൽഫിയത്തിനെയും കുഞ്ഞിനെയും ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഉടനെ സംഭവസ്ഥലത്തേക്ക് ചെന്നു നോക്കിയ നാട്ടുകാർ കാണുന്നത് പിതാവായ നസീറിന്റെ മൃതദേഹത്തിൽ കത്തി കുത്തിയിറക്കിയ നിലയിലായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഭാര്യയായ സുഹ്റയും വെട്ടേറ്റ് മരണപ്പെട്ടു കിടക്കുന്നു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചത് പ്രകാരം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും റാഫി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ നാടൊന്നാകെ ഉണരുകയും റാഫിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയുമായിരുന്നു. ഈ സമയത്തൊന്നും തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ട വിവരം സുൽഫിയത്ത് അറിഞ്ഞിരുന്നില്ല. സമീപ പ്രദേശങ്ങളിലെല്ലാം നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും 4 മണിക്കൂർ പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരച്ചിൽ മതിയാക്കാൻ ആലോചിച്ച ഘട്ടത്തിലാണ് ഖബർസ്ഥാനിൽ ഒരു ഭാഗത്ത് ചെടികളിൽ രക്തക്കറ കണ്ടെത്തുന്നത്. പിന്നാലെ നടത്തിയ തിരച്ചിലാണ് സമീപത്തെ ഒരു മരത്തിന് പുറകിലായി റാഫി ഒളിച്ചിരിക്കുന്നതായും കണ്ടെത്തിയത്. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നുവെന്നും 4 വർഷം മുൻപ് നസീറിന്റെയും സുഹ്റയുടെയും എതിർപ്പ് മാനിക്കാതെയായിരുന്നു വിവാഹമെന്നും ബന്ധുക്കൾ പറഞ്ഞു. സുൽഫിയത്തും റാഫിയും വളർത്തുമക്കളാണ്. സുഹ്റയുടെ സഹോദരന്റെ വളർത്തുമകനായിരുന്നു റാഫി. ഇയാളുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചതാണെന്നും പോലീസ് പറയുന്നു. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. 8 മാസത്തോളമായി അകന്നു കഴിയുന്ന റാഫിയും സുൽഫിയത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 4 വയസ്സുകാരനായ മകനു വേണ്ടിയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും മകനെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ റാഫി ശ്രമിച്ചിരുന്നതായും പോലീസ് പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് റാഫി വീട്ടിലേക്കെത്തുന്നത്. വാതിൽ തുറന്നയുടനെ ദമ്പതികളെ ആക്രമിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടെ പിതാവിനെ കണ്ട സന്തോഷത്തിൽ റാഫിക്കരികിലേക്ക് ഓടിയെത്തിയ മകൻ ഇഷാനും ആക്രമിക്കപ്പെടുകയായിരുന്നു. ആ സമയത്താണ് കുഞ്ഞിനെയും എടുത്ത് സുൽഫിയത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. റാഫി ഒരു കൂട്ട കൊലപാതകത്തിനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്ന സംശയവും നാട്ടുകാർ പറയുന്നുണ്ട്. തോളിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. നിലവിൽ അപകടനില തരണം ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. പ്രതിയായ റാഫിയും നിലവിൽ ചികിത്സയിലാണ്. ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു. റാഫി ലഹരി മരുന്നുകൾക്ക് അടിമയാണെന്നും ഇതാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായത് എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. കുട്ടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സുൽഫിയത്തും റാഫിയും തമ്മിൽ കോടതിയിൽ കേസ് നിലനിൽക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.